വണ്ടി നിയന്ത്രണം വിട്ട് മറിയേണ്ടതായിരുന്നു. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. നീ വാ. ഞാൻ സഹായിക്കണോ ചേട്ടാ? ഇതാരാ? ആ, ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഞാൻ കൂടെ സഹായിക്കാം. ആ, ടയർ ശരിയായി ചേട്ടാ? ശരിയായി മാഡം. ആ, എന്നാ പുറപ്പെടാം. ആരോ വാ, പോവാം. നീ വന്ന നിമിഷം മനം മെല്ലെ നിന്നു, നീർത്തുള്ളി പോലെ എൻ്റെ നെഞ്ചു. ഹൃദയം പോലും അറിയാതെ പോയി, എൻ ഹൃദയം തൊട്ടു ഇന്നലെകളെല്ലാം പിന്നിൽ മറഞ്ഞു പോയി, നിന്റെ വിരൽ സ്പർശത്തിൽ നേരം നിന്നു പോയി. ഒരു നോക്കിൽ നീ എൻ കവിതയായി, ഉറങ്ങാത്ത രാവും മധുരമായി, ഹൃദയം തൊട്ടു നീ, എൻ ഹൃദയം തൊട്ടു നീ. എന്താ വൃന്ദേ? ഏയ്, ഒന്നുമില്ല. വൃന്ദ, തനിക്കെന്തോ പറയാനുണ്ടല്ലോ. ആ, ഉണ്ട്, പറയാനുണ്ട്. എന്നാ പിന്നെ പറ. നമ്മുടെ ഫ്രണ്ട്സേ എന്നോട് പിണങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നിന്റെ വിവരം കിട്ടാതെ അവരെല്ലാരും വിഷമിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടിയിട്ടും അവരെ അറിയിച്ചില്ലല്ലോ. നിന്റെ കാര്യം ഞാൻ അവരോടൊന്ന് പറഞ്ഞോട്ടെ? താനിപ്പോ പറയണ്ട. ഞാൻ വരുന്നത് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ദേ, എന്റെ ഫ്രണ്ട്സ് എന്നോട് പിണങ്ങിയാ ഞാൻ നിന്നെ ശരിയാക്കും. എന്താ ചേട്ടാ? മാഡം, പോലീസ്. പോലീസോ? പ്രശ്നമായല്ലോ. ആരോ എന്തെയും നിന്നെ കണ്ട ആകെ പ്രശ്നാവില്ലേ? എന്റെ കാര്യം കുഴപ്പമാവില്ല മാഡം. ചേട്ടൻ എന്താ പ്രശ്നം? വണ്ടിയുടെ പെർമിറ്റ് തീർന്നിരിക്കുക. ഓ, അപ്പൊ നിങ്ങൾക്കും പ്രശ്നമുണ്ടോ? എന്റെ ഈശ്വരാ, ആരവനെ എന്ത് ചെയ്യും? ഇവനെ കണ്ട ACP അറസ്റ്റ് ചെയ്തു തന്നെ. അല്ല, ആരോ ആരവ് എവിടെ പോയി? ആരവ് എവിടെ? മാഡം, അയാളെന്തിനാ പുറത്തു പോയത്? അയാളും പോലീസിന് പേടിച്ചു കിടക്കുന്ന ആളാണോ? നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അവൻ ഫോൺ ചെയ്യാനായിട്ട് പുറത്തു പോയതാ. ഓ, നിങ്ങൾ വണ്ടി മുമ്പോട്ടെടുത്തോ, അല്ലെങ്കിൽ പോലീസിന് സംശയം തോന്നും. ആകെ പ്രശ്നമായല്ലോ മാഡം. എന്ത് പ്രശ്നം? നിങ്ങൾ വണ്ടി എടുക്ക്. സാറേ, വണ്ടിക്കകത്ത മറ്റേ കുട്ടി. ഏത് കുട്ടി?
5 സുന്ദരികളുടെ വൃന്ദ. വൃന്ദയോ?